സ്ഥാനാർത്ഥി ആരായാലും ഇടതുപക്ഷം ജയിക്കുമെന്ന് പറയുകയാണ് CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ 24-നോട്. ഇടത് MLA എന്ന നിലയിൽ തോമസ് കെ തോമസ് മണ്ഡലത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിക്ക് എന്തെങ്കിലും കുറവുകൾ ചിലപ്പോൾ ഉണ്ടായത് വരാം. ആരായാലും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്നും ആർ നാസർ 24 ഗ്രൗണ്ട് സീറോയിൽ പറഞ്ഞു. അശ്വിൻ പാലാഴി വാർത്തയുടെ വിവരങ്ങൾ ചേരുന്നു. അശ്വിൻ, ആരായാലും എന്താണ് ഈ പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് ചിലപ്പോൾ എന്തെങ്കിലും കുറവുകൾ വരാം എന്ന് പറയേണ്ട കാര്യം എന്താണ്? അശ്മി, അതിന് കാരണം ഒന്നേ ഉള്ളൂ. നിലവിൽ കുട്ടനാട് MLA ആയ NCPയിലെ തോമസ് കെ തോമസിനെതിരെ ഒരു പൊതുവികാരം കുട്ടനാട്ടിലുണ്ട് എന്നുള്ളതാണ് പൊതുവെയുള്ള പ്രചരണം. അതായത് കുട്ടനാടിന്റെ ഹൃദയവേദനകൾ പ്രധാനപ്പെട്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാം, വെള്ളത്തിന് നടുവിൽ കഴിയുന്നവരാണെങ്കിലും കുടിക്കാൻ ശുദ്ധജലം അവരുടെ വീടുകളിൽ കിട്ടുന്നില്ല എന്നുള്ള പരാതി വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി കുട്ടനാട്ടിലുണ്ട്. അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ ഇക്കാലം അത്രയും ആർക്കുമായിട്ടില്ല. മറ്റൊന്ന്, പ്രധാനപ്പെട്ട മധ്യകേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നെല്ല് കേന്ദ്രമാണ് കുട്ടനാട്. ആ കുട്ടനാട്ടിൽ നെൽകർഷകരുടെ കണ്ണീര് തുടയ്ക്കാനും MLAക്കോ മറ്റ് ഭരണവർഗത്തിനോ ഒന്നും ആയിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നിരവധി നീറുന്ന പ്രശ്നങ്ങളുള്ള മണ്ഡലമാണ് കുട്ടനാട്. അതിലൊന്നും ഒരു പരിഹാരം കാണാൻ MLAക്ക് ആവുന്നില്ല എന്നുള്ള വികാരം, എന്നുള്ള ഒരു പ്രചരണം നിലവിൽ പൊതുവെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ അദ്ദേഹത്തിനെതിരായ ഒരു വികാരം ഈ മണ്ഡലത്തിലുണ്ട്. അത് UDF വലിയ തോതിൽ മുതലെടുക്കുന്നുമുണ്ട്. വലിയ പ്രചരണം തോമസ് കെ തോമസിനെതിരെ, മണ്ഡലത്തിൽ വിളിച്ചാൽ കിട്ടാത്ത MLA എന്നുള്ള പേരിലൊക്കെ തോമസ് കെ തോമസിനെതിരെ UDF പ്രചരണം നടക്കുന്നുമുണ്ട്. അതൊക്കെ തന്നെയാണ് നിലവിൽ അത്തരത്തിലൊരു ചോദ്യത്തോട് സ്ഥാനാർത്ഥിക്ക് ചില കുറവുകൾ ഉണ്ടായേക്കാം, പക്ഷേ അത് LDFനെ ബാധിക്കില്ല എന്നുള്ളൊരു പ്രചരണത്തിലൂടെ LDF മറികടക്കാൻ ശ്രമിക്കുന്നു. അതായത് കുട്ടനാട് പാർട്ടിയുടെ കോട്ടയാണ്. നിരവധി രക്തസാക്ഷികളെ സമ്മാനിച്ച ജില്ലയാണ് ആലപ്പുഴ. ആ ജില്ലയുടെ ഹൃദയമായ കുട്ടനാട്ടിൽ പാർട്ടിക്ക് മറിച്ചൊന്നും നോക്കേണ്ട. ആരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാലും കുട്ടനാട്ടിൽ LDFന് സുഖമായി ജയിച്ചു കയറാം എന്ന ആത്മവിശ്വാസം CPMന്റെ ജില്ലാ സെക്രട്ടറി തന്നെ വെച്ചു പുലർത്തുന്നത്. സ്ഥാനാർത്ഥി കുറച്ച് പോരായ്മയുണ്ടെങ്കിലും ജയിക്കും എന്നുള്ള ഒരു കാരണം കൊണ്ടാണ്. എന്തായാലും സ്ഥാനാർത്ഥിയുടെ പോരായ്മകൾ വലിയ തോതിൽ ചർച്ചയാകുന്നതിനിടയ്ക്കാണ് വീണ്ടും ഒരു സജീവ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.